ഹായ്. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. 2-3 ദിവസമായി ഈ മഴയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അരി അടുപ്പത്തേക്ക് ഇട്ടു. പിന്നെ ചായ ഉണ്ടാക്കി. അന്ന് ദോശയാണ് കാപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരെയും വിളിച്ചുണർത്തി രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ വന്നു. ഇളയാൾക്ക് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി. മൂത്താൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇതേ അച്ഛൻ്റെ കൂടെ ട്യൂഷനിലേക്കും പോയിട്ടുണ്ട്. ഇനി ഇളയാൾക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കറി റെഡിയാക്കണം. ഇന്നലെ കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് അച്ഛന് കുറച്ച് താമസിച്ച് പോയാൽ മതി, അതുകൊണ്ട് തന്നെ അച്ഛനാണെന്ന് ആളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആഹാരം വാരി കൊടുക്കുന്നു, ഒരുക്കുന്നു, ഇനി കൊണ്ടാക്കുന്നത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ കൊച്ചുവിൻ്റെ വീഡിയോ ആണ് ഇവിടെ സ്ഥിരം കാണുന്നത്. രാവിലെയും വൈകിട്ട് വന്നിട്ടും ഇത് തന്നെയാണ് കാണുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വീഡിയോസൊക്കെ, ഓരോ ചലഞ്ചൊക്കെ കാണാനായിട്ട്. അപ്പോൾ അച്ഛനും മോനും കൂടെ അവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ചമ്മന്തിയും മെഴുക്കുവരട്ടിയൊക്കെ റെഡിയാക്കി പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:55 ആയിട്ടുണ്ട്. 8:15 ആകുമ്പോഴേക്കാണ് സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ ഇത്തിരി നേരം കൂടി ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് അച്ഛനും മോനും കൂടെ 2 കുടയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 8 ആയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ധൃതിയൊന്നും വെക്കാതെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. അപ്പോൾ വലിയ കുടയിൽ 2 പേർക്ക് കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് പ്രത്യേകം കുട വേണം. അങ്ങനെ 2 കുടയിലായിട്ട് അച്ഛനും മോനും കൂടെ പോയിട്ടുണ്ട്. മക്കൾ 2 പേരും സ്കൂളിൽ പോയതിന് ശേഷം ഫസ്റ്റ് തന്നെ ഞാൻ വരുന്നത് എൻ്റെ ചെടികളുടെ അടുത്തേക്ക് തന്നെയാണ്. അത് പണ്ടും അതുപോലെ തന്നെയാണ്. എനിക്ക് ചെടികളോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കാം. അപ്പോൾ വന്നിട്ട് എല്ലാ ചെടികളും ഒന്ന് നോക്കും. ഇത് താഴത്ത് നിൽക്കുന്ന ചെടികളാണ്. പിന്നെ മുകളിൽ കുറച്ച് ചെടികളുണ്ട്. പിന്നെ പോയി അവിടെ അവർക്കൊക്കെ വെള്ളം ഒഴിച്ച് എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി വന്നിട്ട് ഞാൻ കുറച്ച് സമയം ഫോണിൽ നോക്കിയിരിക്കും. കുറേ വീഡിയോസൊക്കെ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ കാണും. അതെല്ലാം നോക്കി കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് പിന്നെ എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. വീട്ടിൽ തന്നെയാണല്ലോ എപ്പോഴും ഉള്ളത്, പതുക്കെ കൊണ്ട് ജോലിയൊക്കെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട്. മിക്ക ദിവസങ്ങളിലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചോറൊക്കെ കഴിക്കാനായിട്ട്. എനിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ കിട്ടിയ മോനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരുടെ ആഹാരമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ മീൻകറി വെക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്ന് മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് അയിലയും അതുപോലെ തന്നെ കുഞ്ഞു മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസം മുമ്പ് പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് കറി വെക്കാനെടുത്തിട്ട് ബാക്കി വറുക്കാനും എടുത്തിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഇവിടെ ഇതുപോലെ ഇലയിൽ വെച്ചിട്ടാണ് മീൻ വറുത്തെടുക്കാറുള്ളത്. ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. ഞാനിടയ്ക്ക് അല്ലാതെയും മീൻ വറുക്കാറുണ്ട്. പക്ഷേ കെട്ടിയവനും മക്കൾക്കും ഇതാണ് കൂടുതലും ഇഷ്ടം. ഇതാകുമ്പോൾ അധികം എണ്ണയുടെ ആവശ്യമില്ല. ഇപ്പം മീൻകറിയും മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മോര് കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രാവിലത്തെ കൂൺ മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ ചമ്മന്തിയും ഉണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഇത് തന്നെ ധാരാളം. എല്ലാ ദിവസവും ഇത്രയും കറിയൊന്നും കാണില്ല, 1-2 കറികളൊക്കെ കാണും. അപ്പോൾ ഏകദേശം ജോലികളൊക്കെ ഒതുങ്ങി, പാത്രങ്ങളൊക്കെ കഴുകി. തുണികളധികമൊന്നുമില്ല കേട്ടോ. ഇന്നലെ വൈകിട്ട് കുറേ തുണികളുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടു. മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ താമസിച്ചിട്ട് കെട്ടിയവന് വണ്ടിയിൽ പോയാൽ മതി. അപ്പോൾ എന്നോട് ചോദിച്ചു നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ എന്ന്. കേൾക്കേണ്ട താമസം ഞാൻ അപ്പം തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എവിടേക്കാണെന്നൊന്നും അറിയില്ല. അപ്പോൾ പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാം. എവിടെയെങ്കിലും യാത്ര പോകാനാണെങ്കിൽ ഞാൻ എപ്പോഴേ റെഡിയാണ്. എൻ്റെ കൂട്ടത്തിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആൾക്ക് വണ്ടിയിൽ പോകേണ്ടതുകൊണ്ട് അധിക ദൂരമൊന്നും പോകാനുള്ള ചാൻസ് ഇല്ല. ഒന്നുകിൽ നെടുമൺകാവ്, ഇല്ലെന്നുണ്ടെങ്കിൽ കരിപ്ര. ഈ 2 ഞങ്ങൾ പോകാറുള്ളത്. എനിക്ക് കുറച്ച് ചെടിഭ്രാന്തുള്ളത് കൊണ്ട് മിക്കപ്പോഴും അവിടേക്കാണ് പോകാറുള്ളത്. നമ്മുടെ തിരുവാതിര ഗാർഡനിലേക്ക് പോയിട്ട് അവിടെ കുറേ സമയം നിൽക്കാറുണ്ട്. ഇന്നിനിയിപ്പം അതിനുള്ള ചാൻസ് വളരെയധികം കുറവാണ്, കാരണം ആൾക്ക് വണ്ടിയിൽ പോകേണ്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് പോവുക? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലെയുള്ളവരൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരിടം കൂടിയുണ്ട്. അതേതാണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കട്ടെ എല്ലാവരും ഒരുപോലെയാണോ, എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.